അവിടെ താറാവ് ഇപ്പുറത്തൂടെ വരുന്നത് കേട്ടോ. താറാവ് അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ വരുന്നു. സുഹൃത്തുക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തുമ്പോണ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഈ ഒരു മൂർഖം പാമ്പ്. അപ്പോൾ നമുക്ക് അതിനെ പിടിക്കുന്ന കാഴ്ചയിലേക്ക് പോവാം. എന്ത് എവിടാ എവിടെ കണ്ടോ? മുട്ടയുണ്ടോ? ഇപ്പം തിന്നു. കോഴിയാണോ? താറാവില്ലേ? ഇപ്പം ഉണ്ടോ? സാധനം ഉണ്ടോ? ആണോ? പോത്തിൻ്റെ ഷീറ്റ് കണ്ട് കിടന്നിട്ട് അതിനടിയിൽ കൊള്ളയാ. ഇവിടൊക്കെ വെള്ളമുണ്ടല്ലേ? വെള്ളക്കെട്ടൊക്കെ ഉണ്ടല്ലേ? വെള്ളക്കെട്ടും കണ്ടോ ഒക്കെ വലുതാണോ? ഇവിടെ തന്നെ കിടത്തി വെച്ചാൽ മതി. മൂന്നാലെണ്ണം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം കഴിച്ചു. അവിടെ വെച്ചേക്കുമായിരുന്നു. മണിത്താറ ഇല്ലേ? ആ കാണുന്നല്ലേ? എവിടെ? ഒമ്പടോ, ഒരു ഭയങ്കര സാധനം. ഒരേറ്റവും ആണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഭയങ്കരമാണ് കേട്ടോ. ഒമ്പടോ ആയിരുന്നല്ലോ. ആ അതിന്റെ വയറ്റിലെല്ലാം മുട്ട ഇരിക്കുന്ന കേട്ടോ. വയറ് നിറച്ച് മുട്ട. ഞാൻ കൊത്തിക്കേറിയെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ബിരിയാണിയായ കൊട്ടയാണ് നീ തട്ടിയത്. വയറ്റിലെല്ലാം മുട്ട ഉരുണ്ടി കിടക്കുന്നു. താറാവ് ഗോ 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 ഗോ. താറാവേ വലിയ ഇത് കണ്ടിട്ടേ പെട്ടെന്ന് കയറത്തില്ല. അവിടെ താറാവ് ഇപ്പുറത്തൂടെ വരുന്നത് കേട്ടോ. താറാവ് അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ വരും. എളുപ്പം കയറും. കയറുന്നില്ലല്ലോ. മുട്ട മുട്ട 3 മുട്ടയും കയറുന്നില്ല കേട്ടോ. കയറുന്നില്ല. തടിയോട് ചേർന്നോ? തടിയോട് ചേർന്നു കയറാൻ ഉദ്ദേശമുണ്ടല്ലോ. കഴിഞ്ഞാൽ കയറത്തില്ല.
പിന്നെ ഇറങ്ങി വേണ്ട ഇറങ്ങി സുഹൃത്തുക്കളെ മൂർഖൻ സഞ്ചിയിലായിരിക്കുകയാണ്. ഞാൻ തുമ്പോൺ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. പഞ്ചായത്തിലെ 5-ാം വാർഡിലെ ദിവാകരൻ ചേട്ടൻ്റെ വീട്ടിൽ വലിയ മൂർഖൻ ഇന്ന ദിവസം കാണപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്നേക്ക് ക്യാച്ചർ സാമിനെ വെച്ച് അറിയിച്ചു. അദ്ദേഹം ഉടനെ തന്നെ ഇവിടെ എത്തുകയും ആ മൂർഖൻ പാമ്പിനെ പിടിക്കുകയും ചെയ്തു. അത് കോഴിക്കോട്ടിൽ നിന്നും അടവച്ചിരിക്കുന്ന മുട്ടകൾ എടുത്തു മാറ്റുന്ന സമയത്ത് അദ്ദേഹം അതിൻ്റെ ദിവാകരൻ ചേട്ടൻ കാണുകയും അന്നേരം അദ്ദേഹം എന്നെ അറിയിച്ച അടിസ്ഥാനത്തിലാണ് സാമിനെ അറിയിച്ച് സമയോചിതമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂർഖൻ പാമ്പിനെ പിടിക്കാൻ കഴിഞ്ഞത്. സാമിനോടുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.